നടന്മാർ പരസ്യങ്ങളിൽ അഭിനയിക്കാറുണ്ട്. പലതിലും എല്ലാവരും നമ്മുടെ സിനിമയിൽ നിന്ന് വന്ന പരസ്യങ്ങൾ എന്ന വീഡിയോ കണ്ടിട്ടില്ലേ? ആ വീഡിയോയുടെ രണ്ടാം ഭാഗമാണിത്. അതിൽ ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പല പരസ്യങ്ങളെക്കുറിച്ചും. അതെല്ലാം ഒന്ന് കൂട്ടിച്ചേർത്തുകൊണ്ടുള്ളൊരു എക്സ്ട്രാ എപ്പിസോഡാണ്. സോ വെൽക്കം ബാക്ക് ടു അനദർ ഗ്രാൻഡ് ന്യൂ എപ്പിസോഡ് ഓഫ് ആ രേഖ എൻ്റെ കയ്യിലുണ്ട്. ആ വീഡിയോയിൽ ഓരോ കമൻറ്റുകൾ വായിക്കുകയാണെങ്കിൽ നമുക്ക് ഓരോ പുതിയ പുതിയ കണ്ടന്റുകൾ കിട്ടും. അതെല്ലാം വെച്ചുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അക്കിനോ ജോർജ് ചെയ്തിരിക്കുന്ന ഒരു കമൻറ്റാണ് ആദ്യം വായിക്കുന്നത്. മോഹൻലാൽ ഇൻഡിഗോ പെയിന്റിന്റെ ആഡിൽ ദാസൻ CID രാംദാസായി വന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. തമിഴ്നാട്ടിലെ അധോലോകം നടുങ്ങിയ വാർത്തയൊന്നും ഇവിടുത്തെ പത്രങ്ങളിൽ വന്നിട്ടില്ലേ? CID രാംദാസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം പട്ടണപ്രവേശം, നാടോടിക്കാറ്റ്, അക്കരെ അക്കരെ തുടങ്ങിയ സിനിമയിൽ മോഹൻലാൽ അവതരിപ്പിച്ച കഥാപാത്രം. നമ്മൾ ആ പരസ്യത്തെക്കുറിച്ച് മുമ്പ് പറഞ്ഞിരുന്നു. അപ്പം നമുക്ക് അതൊന്ന് നോക്കാം. ദാസൻ വിജയൻ സാധനം കയ്യിലുണ്ടോ? ഇതിൽ മനു വർമ്മയുടെ ഒരു കമന്റ് ഉണ്ട്. റൈഫിൾ ക്ലബ് BGMI ആഡെന്ന്. റൈഫിൾ ക്ലബ് സിനിമ ആഷിഖ് അബു സംവിധാനം ചെയ്ത സിനിമയിൽ ഒരുപാട് ഇടിവെടിയുള്ളതാണ്. അപ്പോൾ എന്തായാലും PUBGയുടെ ഒരു പരസ്യത്തിന് പറ്റിയൊരു സിനിമയാണ്. ആ ഒരു സീൻ നമുക്ക് നോക്കാം. ഞാൻ മതിയോ? കിലുക്കത്തിലെ കിട്ടുണിയുടെ കഥാപാത്രത്തെ വെച്ചുകൊണ്ട് ഒരു പരസ്യമുണ്ടെന്ന് അരുണും കമന്റ് ചെയ്തിട്ടുണ്ട്. തീർന്നല്ലോ. ചിറാപുഞ്ചി. കിലുക്കം സിനിമയിലെ ഇന്നസെന്റ് കഥാപാത്രത്തെ വെച്ചുകൊണ്ട് ഒരു ലോട്ടറിയുടെ പരസ്യമുണ്ടെന്ന് റോബി കമന്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ റോബി പറയുന്നുണ്ട് വിനു മോഹനെ കാണിച്ചിരിക്കുന്ന പഴയ വീഡിയോയിലെ ഒരു ആഡ് അത് സൈക്കിൾ സിനിമയുമായി റെഫറൻസ് കൂടിയാണെന്ന്. സൈക്കിൾ സിനിമയിൽ വിനീത് ശ്രീനിവാസനും വിനു മോഹനുമാണ് അഭിനയിച്ചത്. അവർ ആ സിനിമ എടുക്കുന്ന സമയത്തായിരിക്കാം ചിലപ്പോൾ ഈ ഒരു നോർക്കയുടെ ആഡ് ചെയ്തത് നമ്മുടെ പഴയ വീഡിയോയിലെ. ക്രോണിക് ബാച്ചിലർ സിനിമയിൽ ഹരിശ്രീ അശോകനും മുകേഷും പുട്ടുണ്ടാക്കുന്ന ഒരു സീനുണ്ട്. ഇതെന്തൊരു പെരുവേറം കുറ്റിയാ? ഇട്ടിട്ട് നിറയില്ലെന്ന് പറഞ്ഞ ഇത് എന്തൊരു പെരുവേറം കുറ്റിയാണ്? ഇട്ടിട്ട് നിറയില്ല എന്ന് പറഞ്ഞാല് ആ പുട്ട് പാളി പോകുന്ന സീനാണ്. ആ സീൻ വെച്ചുകൊണ്ട് ഒരു പുട്ടുപൊടിയുടെ പരസ്യമുണ്ടെന്ന് നൗഫൽ K കമന്റ് ചെയ്തിട്ടുണ്ട്. ശ്രീകുട്ടാ, രാത്രി നിനക്ക് പുട്ട് വേണം നിർബന്ധമുണ്ടോ? ചപ്പാത്തി ആയാലോ? നീ ഇത്രയും നേരം ഇതിനകത്ത് ചപ്പാത്തി ആയിട്ടോണ്ടിരുന്നത്? ശ്രീകുട്ടാ, രാത്രി നിനക്ക് പുട്ട് വേണമെന്ന് നിർബന്ധമുണ്ടോ? ചപ്പാത്തി ആയാലോ? ഇത്രയും നേരം നീ ചപ്പാത്തി ആണോ ഇതിനകത്തോണ്ട്? അല്ലടാ, ഇതിന്റെ ചില്ലിടാൻ മറന്നുപോയി. അല്ലടാ, ഇതിന്റെ ചില്ലിടാൻ മറന്നുപോയി. ആ ഒരു പരസ്യത്തെ കുറിച്ച് തന്നെ രതീഷ് ചന്ദ്രൻ എന്ന് പറയുന്ന ഒരാളും കമന്റ് ചെയ്തിട്ടുണ്ട്. ഒരു വിവോ യൂസർ കമന്റ് ചെയ്തിട്ടുണ്ട് മോസ്റ്റ് ഓഫ് ദം ആർ ക്യാരക്ടേഴ്സ് ക്രിയേറ്റഡ് ബൈ ശ്രീനിവാസൻ എന്ന്. അതിൽ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു സന്ദേശത്തിലെ പരസ്യവും അതുപോലെ തന്നെ അനന്തൻ നമ്പ്യാർ വെച്ചുകൊണ്ടുള്ള നാടോടിക്കാരൻ്റെ ഒരു പരസ്യവും. ഈ രണ്ട് പരസ്യങ്ങളും സംവിധാനം ചെയ്തിരിക്കുന്നത് അനൂപ് സത്യനാണ്. സത്യൻ അന്തിക്കാടിൻ്റെ മകനാണ് അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ ക്യാരക്ടേഴ്സിനെ ഉപയോഗിച്ചുകൊണ്ട് പുതിയ പരസ്യങ്ങൾ ഉണ്ടാക്കിയത്. അതിൽ ആദ്യം വന്നിരിക്കുന്ന കമന്റ് റൈസൽ കൺസെപ്റ്റ് എന്നൊരാളുടെ കമന്റാണ്. അയാൾ പറഞ്ഞിരിക്കുന്നു കോരപ്പൻ എന്നല്ല പറയുന്നത് കോലപ്പൻ എന്നാണെന്ന്. ശരിയായിരിക്കാം ചിലപ്പോൾ. അത് കേട്ടത് കൊണ്ട് അങ്ങനെ തന്നെ കോരപ്പനാണോ കോലപ്പനാണോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. അതൊരു തെറ്റായിരിക്കാം. ജയ 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 ഹേ സിനിമയിൽ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ഇടിയപ്പവും കടലക്കറിയും. ബേസിൽ അവതരിപ്പിച്ച രാജേഷ് എന്ന കഥാപാത്രത്തിന്റെ അമ്മ ഇടിയപ്പം ഉണ്ടാക്കുന്ന രംഗങ്ങൾ സിനിമയിൽ ഒരുപാട് കാണിക്കുന്നുണ്ട്. ഇടിയപ്പമാണ് ഇവിടെ എന്നും ഇടിയപ്പവും കടലക്കറിയാ എന്നോ ഇങ്ങനെ ചില പിടിവാശിയൊക്കെ ഉണ്ടെങ്കിൽ ആള് പാവോ. ഈ സിനിമയിലെ കഥാപാത്രങ്ങളെല്ലാം ചേർന്നുകൊണ്ട് ഒരു ഇടിയപ്പം മാവിന്റെ പരസ്യമുണ്ട്. ഇന്നും ഇടിയപ്പാണോ അമ്മേ? ഇതിന് മാത്രം ഇതുവരെ ഒരു മാറ്റം ഉണ്ടായിട്ടില്ല. ഇന്നലെ രാജേഷേട്ടൻ കൊണ്ടുവന്ന ഡബിൾ ഹോസ് എവിടെ? അരുണായിരുന്നു ഈ ഒരു കാര്യം കമന്റ് ചെയ്തത്. ആ ഒരു പരസ്യത്തിലൂടെ ആ സിനിമയുടെ തുടർച്ചയായി രാജേഷ് വീണ്ടും കല്യാണം കഴിച്ചെന്ന് കൂടി കാണിക്കുന്നുണ്ട്. അവനാളങ്ങ് മാറിയല്ലേ. അതെങ്ങനെ? കിട്ടേണ്ടത് കിട്ടുമ്പോഴല്ലേ പഠിക്കൂ. അടുത്തൊരു കമന്റ് ശ്രീ എന്നൊരു സബ്സ്ക്രൈബറുടേതാണ്. അതിൽ പറയുന്നത് കല്യാണരാമൻ സിനിമയിൽ ഇന്നസെന്റ് അവതരിപ്പിച്ച മിസ്റ്റർ പോഞ്ഞിക്കരെ കുറിച്ചാണ്. ചേട്ടാ, കുറച്ച് ചോറിട്ടെ. വേണ്ട. ആ കമന്റ് എങ്ങനെയാണ്? കല്യാണരാമനിലെ ഇന്നസെന്റ് ക്യാരക്ടർ അതുപോലെ ഒരു സദ്യ സീനിൽ ഒരു പരസ്യത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. വാഴയിലൂടെ പരസ്യമാണെന്ന് തോന്നുന്നു. ഈ പറഞ്ഞിരിക്കുന്നത് ഇപ്പോഴെല്ലാം തന്നെ റീൽസിലും ഷോർട്സിലെല്ലാം വൈറലായി ഓടുന്ന ഒരു പരസ്യമാണ് ഇന്നസെന്റ് അവതരിപ്പിച്ച ഈ ഒരു പരസ്യം. ചേട്ടാ, ഒരല്പം ചോറ് വേണ്ട, തൈര് കൂട്ടി കഴിക്കാനായിട്ട് തൈര് ഒഴിച്ചു. തന്നോടല്ലേ പറഞ്ഞു വേണ്ടെന്ന്. കല്യാണരാമനിലെ ഇന്നസെന്റ് മിസ്റ്റർ പോഞ്ഞിക്കരയുടെ വളരെ രസകരമായ ആ ഒരു സീനിനെ ഓർമ്മിക്കുന്നതായിരുന്നു ഈ ഒരു ഇലയുടെ പരസ്യം. വാഴയിലയല്ല, അതൊരു പേപ്പർ വാഴയിലയാണ്. കുറച്ച് ചോറ്. ഞാൻ തന്നോട് നേരത്തെ ചോറ് ചോറ് തന്നെയല്ലേ പറഞ്ഞത്? ചോറ് തന്നെയല്ലേ ഞാൻ പറഞ്ഞത്? അക്ഷരം മാറിയൊന്നുമില്ലല്ലോ. വേണ്ടാത്തൊന്നും പറഞ്ഞില്ലല്ലോ. ഓ, ഇപ്പൊ മനസ്സിലായില്ലേ? സദ്യയാകുമ്പോ അത് സദ്യ പേപ്പർ വാഴയിലിൽ തന്നെ ആവണമെന്ന്. റാം കിഷോർ എന്നയാൾ ഒരു കമന്റ് ചെയ്തിട്ടുണ്ട്. ഫഹദ് ഫാസിലും അതുപോലെ തന്നെ ദിലീഷ് പോത്തനും മിൽമയുടെ ഒരു പരസ്യത്തിൽ വന്നിരുന്നു എന്ന്. അത് അവരുടെ തന്നെ സിനിമയായ തൊണ്ടി മുതലും ദൃക്സാക്ഷികളും എന്ന സിനിമയിൽ നിന്നും എടുത്തിരിക്കുന്ന ഒരു കഥാപാത്രത്തെ ഉപയോഗിച്ചുകൊണ്ടുള്ള പരസ്യമാണെന്ന് ഇതിൽ കമന്റ് ചെയ്തിരിക്കുന്നുണ്ട്. എന്റെ മുഖത്തോക്കി പറയട, നീയല്ല എന്റെ മാല പൊട്ടിച്ചേന്ന്. ചേച്ചി ഓർക്കുന്ന സ്വപ്നം കൊണ്ട് രാം കിഷോർ ആണ് ആ കമന്റ് ചെയ്തത്. പരിഹാരം നമ്മുടെ മിൽമ തന്നെ. മിൽമ
ചന്ദ്രലേഖ സിനിമയിൽ ശ്രീനിവാസൻ അവതരിപ്പിച്ച കഥാപാത്രമാണ് നൂറ്. ആ ഒരു കഥാപാത്രത്തെ വെച്ചുകൊണ്ടൊരു പരസ്യമുണ്ടെന്നൊരു കമന്റ് ഉണ്ട്. ഉപദ്രവിക്കല്ലേ, നമ്മളൊരു കിനാവ് കാണാണ്. കമന്റ് ചെയ്തിരിക്കുന്നത് രാഹുൽ റാം ആണ്. ആ ഒരു കഥാപാത്രത്തെ വെച്ചുകൊണ്ട് ഏതൊരു പരസ്യമാണെന്നൊന്നും കമന്റ് ചെയ്തിട്ടില്ല. നമ്മൾ അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്തിട്ട് കണ്ടെത്തുകയാണെങ്കിൽ അത് വീഡിയോയിൽ ചേർക്കുന്നതാണ്. അഴകിയ രാവണൻ സിനിമയിൽ ഇന്നസെന്റ് അവതരിപ്പിച്ചൊരു കഥാപാത്രമായിരുന്നു കരയോഗം പ്രസിഡന്റായ കുറുപ്പ്. കുറുപ്പ് അഭിനയിക്കുന്ന ഒരു രംഗം വളരെ ഫേമസ് ആണ്. തോന്നക്കൽ പഞ്ചായത്തിലെ ഓരോ വീടും ഞാൻ അടിച്ചു പെറുക്കി. ഇനി രാമനായരുടെ വീട് മാത്രമേ ബാക്കിയുള്ളൂ. ഈ ഒരു രംഗം വെച്ചുകൊണ്ടും ഒരു പരസ്യം ഉണ്ടായിരുന്നു എന്നൊരു കമന്റ് ഉണ്ട്. ശ്രീനിവാസനെ കുറിച്ചും സത്യനന്ദിക്കാടിനെ കുറിച്ചും ഒക്കെ ഒരുപാട് പേർ കമന്റ് ചെയ്തിട്ടുണ്ട്. കാരണം കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ സംസാരിച്ചത് സന്ദേശത്തിലെയും അതുപോലെ തന്നെ നാടോടിക്കാറ്റിലെയും എല്ലാം തന്നെ ക്യാരക്ടേഴ്സിനും അവയിൽ നിന്നുണ്ടായ പരസ്യങ്ങളെ കുറിച്ചൊക്കെയാണ്. ഈ പുതിയ പരസ്യങ്ങൾ ചെയ്തിരിക്കുന്നതോ സത്യനന്ദിക്കാടിന്റെ മകനായ അനൂപ് സത്യനുമാണ്. ഷെരീഫ് എന്നൊരു സബ്സ്ക്രൈബർ ആ ഒരു കാര്യം കമന്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ശ്രീനിവാസനെ കുറിച്ചും കമന്റ് ചെയ്തിട്ടുണ്ട്. കാരണം ഈ ക്യാരക്ടേഴ്സിനൊക്കെ ഉണ്ടാക്കിയെടുത്തത് ശ്രീനിവാസനാണ്. നാടോടിക്കാട്ടിലെ കഥാപാത്രങ്ങൾ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് ശ്രീനിവാസനല്ല, അത് സിദ്ദിഖ് ലാലാണ്. ബാക്കി എല്ലാ കഥാപാത്രങ്ങളും ശ്രീനിവാസൻ്റെതാണ്. അത്രയൊക്കെ തന്നെയാണ് ആ ഒരു വീഡിയോയെ കുറിച്ചുള്ള കമന്റുകൾ വന്നിരിക്കുന്നത്. മറ്റു ചില കമന്റുകളും ഇതിലുണ്ട്. മറ്റു കമന്റുകൾ പറയുന്നത് ഹരിസാറിനെ കുറിച്ചൊരു കമന്റ് ഉണ്ട്. അതുപോലെ തന്നെ പവർ ഗ്രൂപ്പിനെ കുറിച്ചൊരു കമന്റ് ഉണ്ട്. ഹരിസാറിനെ കുറിച്ചൊരു കമന്റ് ഉണ്ട്. പണ്ട് തുണ്ട് പടം ചെയ്യുകയും പിന്നീട് സാധാ പടം ചെയ്യുന്ന സംവിധായകരെ കുറിച്ചൊരു വീഡിയോ ചെയ്യാമെന്നാണ് കമൻറ്റ്. ഹരിസാറാണ് എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത്. മറ്റൊരു കമൻറ്റ് പറയുന്നത് പവർ ഗ്രൂപ്പിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യാനാണ്. പവർ ഗ്രൂപ്പ് ഉണ്ടോ ഇല്ലയോ എന്നത് നമ്മുടെ റിപ്പോർട്ടിൽ പുറത്തു വന്നതാണ്. ഉണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ അത് ആരൊക്കെയാണെന്ന് വ്യക്തമായി തന്നെ എവിടെയും ഒരു റിപ്പോർട്ടിലും തന്നെ വന്നിട്ടില്ല. റിപ്പോർട്ടിലെ പല ഭാഗങ്ങളും കട്ട് ചെയ്തുകൊണ്ടാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിട്ടത്. അതിൽ പേര് പറയാത്തടത്തോളം കാലം നമുക്ക് ആരാണ് പവർ ഗ്രൂപ്പ് എന്ന് പറയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ വീഡിയോ ചെയ്യാനും കഴിയില്ല. ഈ കമൻറ്റുകൾ വെച്ചുകൊണ്ടൊക്കെ പിന്നീട് പലരും വീഡിയോ ചെയ്യും. അതിനു മുമ്പ് നമുക്ക് തന്നെ അതിനെക്കുറിച്ച് സംസാരിക്കാമെന്ന് കരുതി. അതുപോലെ തന്നെ നമ്മൾ യൂട്യൂബിൽ ചെയ്യുന്നത് 8 മിനിറ്റിൽ കൂടുതലുള്ള വീഡിയോസാണ്. ആ വീഡിയോസിനെ കട്ട് ചെയ്തുകൊണ്ട് ഒരു 30 സെക്കൻഡിലേക്ക് മാറ്റിക്കൊണ്ട് യൂട്യൂബ് ഷോർട്ടായാലും റീൽസിലേക്കും എല്ലാം തന്നെ പലരും കോപ്പി അടിച്ചുകൊണ്ട് ചെയ്യുന്നുണ്ട്. കണ്ടന്റ് അവരെടുക്കുമ്പോൾ ഒരു ക്രെഡിറ്റും കൊടുക്കുന്നുമില്ല. പലരും എൻ്റെ വീഡിയോ ഡൗൺലോഡ് ചെയ്തുകൊണ്ട് എൻ്റെ ശബ്ദം അടക്കം ഉപയോഗിച്ചുകൊണ്ട് അത് ഷോർട്ടാക്കിക്കൊണ്ട് ഇൻസ്റ്റയിൽ ഇടുന്നുണ്ട്. അതിനും മില്യൺ കണക്കിന് വ്യൂസ് ഉണ്ട്. നമ്മുടെ ഒരു പേജും ഇൻസ്റ്റഗ്രാമിലുണ്ട്. ക്യാൻമാക്സ് ഓൺലൈൻ എന്നാണ് അതിൻ്റെ പേര്. ചില ഷോർട്സ് എല്ലാം തന്നെ അതിലെടുത്തിടുന്നുണ്ട്. നിങ്ങൾ ഇൻസ്റ്റഗ്രാം ഉപയോഗിക്കുന്നവരാണെങ്കിൽ ക്യാൻമാക്സ് ഓൺലൈൻ എന്ന നമ്മുടെ പേജും ഒന്ന് ചെക്കൗട്ട് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്കറിയാം യൂട്യൂബിൻ്റെ നിയമങ്ങളെല്ലാം തന്നെ മാറി വരുന്നുണ്ട്. ഫേസ് കാണിച്ചുകൊണ്ട് വീഡിയോ ചെയ്തില്ലെങ്കിൽ പണി കിട്ടുമെന്നൊക്കെയാണ് പല ന്യൂസ് ചാനലുകളും പറയുന്നത്. നമുക്കതിനെക്കുറിച്ച് വ്യക്തമായി ഒന്നും അറിയില്ല. എന്നാലും ഇടയ്ക്ക് ഇങ്ങനെ ഒരു ഫേസ് കാണിച്ചുകൊണ്ട് ഒരു വീഡിയോ അതുകൊണ്ടാണ് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള വീഡിയോസ് അധികം പേർക്കും ഇഷ്ടപ്പെടുകയില്ല. നമ്മൾ നമ്മുടെ പഴയ കണ്ടന്റ് തന്നെയാണ് തുടരുക. ഇടയ്ക്ക് ഇതുപോലെ ചില മുഖം കാണിച്ചുകൊണ്ടുള്ള വീഡിയോസ് ഉണ്ടാകും. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കാണിച്ചു കൊടുക്കുകയും ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ ഇതുവരെ കണ്ടതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുമല്ലോ. മറ്റൊരു രസകരമായ വീഡിയോയുമായി വീണ്ടും വരാം. പീസ്.